കണ്ടറിയാത്തവൻ കൊണ്ടറിയും. 2026 കണ്ടറിയാത്തവൻ കൊണ്ടറിയും. CPM-നെതിരെ തുറന്നടിക്കുകയാണ് ഷാഫി പറമ്പിൽ MP. 2026 CPM ചിലത് തിരിച്ചറിയാൻ പോവുകയാണ് എന്ന് തന്നെയാണ് ഷാഫി മുന്നറിയിപ്പ് നൽകുന്നത്. പുതുയുഗ യാത്രയുടെ ലക്ഷ്യം സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കലും അതിനുവേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനവുമാണെന്നാണ് ഷാഫി പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കി അവർക്ക് നീതി ഉറപ്പാക്കുക എന്നത് കോൺഗ്രസിന്റെ അജണ്ടയായിരിക്കുമെന്ന് ഷാഫി പറയുന്നുണ്ട്. കേരളത്തിലെ വികസന ജാഥയെ ഷാഫി പറമ്പിൽ പുതുയുഗ യാത്രക്കിടെ വിമർശിക്കുകയും ചെയ്തു. അത് വികസന ജാഥയല്ല, വിദ്വേഷ ജാഥയാണെന്നും ഷാഫി തുറന്നടിച്ചു. ഒരു സർക്കാരില്ലായ്മയ്ക്കെതിരെ കേരളം നടത്തുന്ന മുന്നേറ്റമാണ് പുതുയുഗ യാത്ര എന്നാണ് ഷാഫി ഉള്ളുറപ്പോടെ പറയുന്നത്. ഈ ജാഥ കേരളത്തിനെ വികസിപ്പിക്കാനല്ല, പകരം കേരളത്തെ തമ്മിലടിപ്പിക്കാനാണ് എന്നായിരുന്നു ഷാഫിയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF-ന്റെ പുതുയുഗ യാത്രയ്ക്ക് തലശ്ശേരിയിൽ നൽകിയ സ്വീകരണത്തിലെ ഷാഫി പറമ്പിൽ MPയുടെ പ്രസംഗം കാണാം. ഒരു ജാഥ വേറെയും നടക്കുന്നുണ്ട്. ആ ജാഥ വികസന ജാഥ എന്നാണ് അതിന്റെ പേര്. പക്ഷെ വികസനമല്ലാത്ത മറ്റെല്ലാം ആ ജാഥയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് വികസന ജാഥയല്ല, അത് വിദ്വേഷ ജാഥയാണ് എന്നുള്ളത് അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. ആ ജാഥ നടത്തുന്നത് കേരളത്തെ വികസിപ്പിക്കാനല്ല, ആ ജാഥ നടത്തുന്നത് കേരളത്തെ തമ്മിലടിപ്പിക്കാനാണ്. ഈ ജാഥ നടത്തുന്നത് കേരളം ഒരുമയോടെ പുതിയ വികസന സ്വപ്നങ്ങൾ കാണുന്ന ഒരു പുതിയ യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളെ കേൾക്കുന്ന ജാഥ. ഇന്ന് അവിടെ കൂടിയിരുന്ന ആളുകളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇതാണ് പൗരപ്രമുഖരുടെ മീറ്റിംഗ്. പൗരപ്രമുഖരെന്ന് പറഞ്ഞത് ആരാ? അവിടെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളി ഒരു അമ്മ അവരുടെ പ്രയാസം പറഞ്ഞു, അതാണ് പൗരപ്രമുഖ. അവിടെ ഹരിതകർമ്മസേനയുടെ പ്രയാസം പറഞ്ഞു, അതാണ് പൗരപ്രമുഖ. മത്സ്യത്തൊഴിലാളികൾ പ്രയാസം പറഞ്ഞു, അതാണ് പൗരപ്രമുഖർ. ആരോഗ്യ മേഖലയിലെ പ്രയാസങ്ങൾ പറഞ്ഞു, അതും പൗരപ്രമുഖരുടെ ഭാഗം. വ്യാപാരികൾ പറഞ്ഞു, വ്യവസായികൾ പറഞ്ഞു, തൊഴിലാളികൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഖാദിയിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു, ഹാൻഡ് വീവിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു, ഓരോരുത്തരും കച്ചവടക്കാർ പറഞ്ഞു. ഈ തലശ്ശേരി പട്ടണത്തിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന 1400 വ്യാപാരികൾ, അവരുടെ പ്രതിനിധികൾ വന്നു. സ്ഥലം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായി വന്നിട്ട് അതിൽ തീരുമാനമാവാതെ വർഷങ്ങൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ അവരുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അവരുടെ സങ്കടക്കടല് അതവിടെ വന്ന് കെട്ടഴിച്ചിട്ടുണ്ടെങ്കിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഒരു സർക്കാരില്ലായ്മക്കെതിരായി കേരളം നടത്തുന്ന മുന്നേറ്റം കൂടിയാണ് ഈ പുതുയുഗ യാത്ര. ഇത് കോൺഗ്രസിന് വേണ്ടിയോ ലീഗിന് വേണ്ടിയോ UDF-ന് വേണ്ടിയോ നടത്തുന്ന ജാഥയല്ല. ഇത് കേരളത്തെ വീണ്ടെടുക്കാൻ ഈ നാട്ടിലെ ജനതയുടെ അനുഗ്രഹത്തോടെ നടക്കുന്ന യാത്രയാണ് എന്ന് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. ഒരേ ഒരു കാര്യം. എന്നെ കേൾക്കുന്ന CPM-ന്റെ നല്ലവരായ സഹപ്രവർത്തകർ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരുടെ പാർട്ടിയെ കുറിച്ച് ആലോചിക്കട്ടെ. പത്മകുമാർ പാർട്ടിയുടെ ഉള്ളിലും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ പുറത്തുമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് എവിടെയാണ് തെറ്റുപറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവർത്തകർ നേതൃത്വത്തെ തിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ വരാൻ പോകുന്നു. രക്തസാക്ഷി കുടുംബങ്ങൾ, ജീവൻ ബലിയർപ്പിക്കപ്പെട്ടവർ, അവരുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്തുന്നവർ, അയ്യപ്പന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവർ, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവർ, നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ സജി ചെറിയാന്റെ ടീസർ ഇറക്കുന്നവർ, ഒരു കാര്യം അവർ തിരിച്ചറിയണം. ഏതാനപ്പുറത്ത് കയറിയിരിക്കുന്നവരെയും വലിച്ച് താഴെയിടാനുള്ള ശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് അത് ബോധ്യപ്പെടുത്തൊരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരും എന്ന തലത്തിൽ CPM-ൽ വിഭാഗീയതയുണ്ട്. പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ തിരുത്താൻ പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഇത്തവണ ബാലറ്റ് മെഷീൻ വന്നാൽ അവരും വോട്ട് ചെയ്യാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ യാത്രക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ ദിവസം മനോരമയുടെ ന്യൂസ് മേക്കർ, അതും ജനങ്ങൾ കൽപ്പിച്ചു കൊടുത്ത ഒരു പുരസ്കാരമാണ്. ആ ജനപിന്തുണ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ്. അതിനെ അരക്കെട്ടുറപ്പിക്കുന്ന ഈ സംഗമത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങളും. പുതുയുഗ യാത്രക്ക് തലശ്ശേരിയുടെ മണ്ണിലേക്ക് ഹാർദമായ സ്വാഗതവും. അദ്ദേഹം പറഞ്ഞു, വികസന ആൾട്ടർനേറ്റീവിന്റെ കാര്യത്തിൽ തലശ്ശേരിക്ക് കൃത്യമായ സ്ഥാനം അത് UDF അടയാളപ്പെടുത്തിയിരിക്കുമെന്നുള്ളത് അവിടെ സൂചിപ്പിച്ചതിന് നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.